ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അഞ്ജലി. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ എല്ലായിടത്തും ഭയങ്കര വലിയൊരു കോൺട്രവേഴ്സി ടോപ്പിക്കാണ് എമ്പുരാൻ സിനിമയും അതിനോട് അനുബന്ധിച്ചു വരുന്ന വർഗീയമായിട്ടുള്ള മതപരമായിട്ടുള്ള പല പല കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും അല്ലെ. അതിന് ഡയറക്ടറിനെ കുറ്റം പറയുന്നു, ആക്ടേഴ്സിനെ കുറ്റം പറയുന്നു, അങ്ങനെ അങ്ങനെ പല പല പ്രശ്നങ്ങൾ. ഞാനും എമ്പുരാൻ കണ്ടു. എമ്പുരാൻ കണ്ടത് തുടക്കത്തിലെ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പം അതിനെ വെറും ഒരു സിനിമ രീതിയിൽ കാണാൻ മാത്രമാണ് ഞാൻ ചെയ്തത്. പക്ഷെ അതിന്റെ പിന്നാമ്പുറത്ത് പലതരം ഇഷ്യൂസ് ഉണ്ട്, രാഷ്ട്രീയപരമായിട്ട് കുറെ കാര്യങ്ങളുണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പക്ഷെ ഞാനത് സിനിമയായിട്ട് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ രാഷ്ട്രീയപരമായിട്ടും ഒക്കെ വല്ലാത്ത രീതിയിൽ ഡിസ്കഷനൊക്കെ വന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഞാൻ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്. അപ്പൊ അറിഞ്ഞ സമയത്ത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്, അതിൽ ഒരു കാര്യം കൂടി ആ സിനിമയില് ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തണമായിരുന്നു. എന്തുകൊണ്ട് അവര് ഗോദ്ര ഇൻസിഡന്റ്, ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവർക്ക് പറയാൻ ധൈര്യമുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവര് ഗോദ്ര ഇൻസിഡന്റ് അതിൻ്റെ അകത്തുനിന്ന് അതിൽ ഉൾപ്പെടുത്തിയില്ല? എന്തുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താതിരുന്നത്? അതും കൂടി ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ ഇഷ്യൂ ഇത്ര വലിയ ഭീകരമായി വരില്ലായിരുന്നു എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. എന്താണ് ഗോദ്ര ഇൻസിഡന്റ്? എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു കഥ പോലെ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം. ഹിന്ദു മുസ്ലിം സംഘടനകളൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ രാജ്യത്ത്. അതിൽപ്പെട്ടൊരു സംഘടനയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ഈ സംഘടന 2002 ഫെബ്രുവരി മാസം അയോധ്യയില് 100 ദിവസം നീണ്ടു നിൽക്കുന്ന പൂർണ്ണഹുതി മഹായജ്ഞം നടത്തി. ഈ പൂർണ്ണഹുതി മഹായജ്ഞം പങ്കെടുക്കാനായിട്ട് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഒരുപാട് മനുഷ്യർ, ഈ മനുഷ്യരെല്ലാവരെയും നമ്മള് കർസേവകർ എന്നാണ് പറയാ, ഇവരെല്ലാവരും ഇത് പങ്കെടുക്കാനായി തയ്യാറായി. 22-ാം തീയതി ഗുജറാത്തിൽ നിന്നും ഒരുപാട് പേര് ഈ ഒരു യജ്ഞത്തിൽ പങ്കെടുക്കാനായി തയ്യാറായി. അവർ അലഹബാദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സബർമതി എക്സ്പ്രസ് ട്രെയിൻ കയറി. ഇതിൽ പങ്കെടുക്കാൻ പോയവർ അത് പങ്കെടുക്കുകയും തിരിച്ചു മടങ്ങുകയും ചെയ്തു. അവിടെ വെച്ചാണ് ഗോദ്ര ഇൻസിഡന്റ് നടക്കുന്നത്. ഈ 7:30 അലഹബാദ് സ്റ്റേഷനിൽ എത്തേണ്ടിയിരുന്ന സബർമതി എക്സ്പ്രസ് ഒരുപാട് വൈകിയാണ് ഓടിക്കൊണ്ടിരുന്നത്. ഗോദ്ര സ്റ്റേഷനിൽ ട്രെയിൻ എത്തിയ സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ട്രെയിനിലെ S6, S7 എന്ന് പറയുന്ന 2 ബോഗികൾക്ക് തീ പിടിക്കുകയാണ്. 59 പേരായിരുന്നു ആ 2 ബോഗികളിലായിട്ട് ഉണ്ടായിരുന്നത്. 22 പുരുഷന്മാരും 27 സ്ത്രീകളും 10 കുട്ടികളായിരുന്നു ആ 2 കമ്പാർട്ട്മെന്റുകളിലായി ഉണ്ടായിരുന്നത്. SIT, അതായത് സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നിഗമനങ്ങൾ അനുസരിച്ച് പല രീതിയിലുള്ള ഊഹാപോഹങ്ങൾ ഇതിന്റെ റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന്, ബാബരി മസ്ജിദ് പൊളിച്ചതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും, രണ്ടാമതായിട്ട് ഈ ഗോദ്ര സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ട്രെയിൻ നിർത്തിയിട്ടാണല്ലോ ഇങ്ങനെ വരുന്നത്, ലേറ്റ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ ആ വരുന്നതിന് മുമ്പ് ഒരു കോളനി, ഒരു മുസ്ലിം കോളനിയാണത്. അപ്പൊ ഈ കോളനിയിൽ അധികമായിട്ട് കച്ചവടക്കാരായിട്ട് നിൽക്കുന്നതെല്ലാം മുസ്ലിംസ് തന്നെയാണ്. അങ്ങനെ മുസ്ലിംസ് നിൽക്കുമ്പം അവരും ഈ എന്തെങ്കിലും വാങ്ങിക്കുമ്പോൾ ഉണ്ടാവുന്ന ഈ ഹിന്ദു മുസ്ലിം എന്തെങ്കിലും സംസാരത്തിൽ ഉണ്ടാവുന്ന വർഗീയത അല്ലെങ്കിൽ മതപരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ആണോ ഇതിന് കാരണം? എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പാകിസ്ഥാൻ റിലേറ്റഡ് എന്തെങ്കിലും ഗ്രൂപ്പ് ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ? അങ്ങനെ പല രീതിയിലുള്ള ഇഷ്യൂസ് ഇതിനായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കുറെ പേര് മരിക്കുകയും അവരുടെ ഡെഡ് ബോഡീസ്, കത്തിക്കറിഞ്ഞ ഡെഡ് ബോഡീസ് പുറത്ത് ഏറ്റുവാങ്ങാൻ വേണ്ടി കാത്തുനിന്നത് നേരത്തെ ഞാൻ പറഞ്ഞ അതേ സംഘടന തന്നെയാണ്, വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന. ഇനി ഈ ഒരു സംഭവം അതാണ് ഗുജറാത്ത് കലാപത്തിലേക്ക് വഴിയൊരുക്കിയ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ട് എമ്പുരാൻ എന്ന സിനിമയിൽ കാണിച്ചില്ല? ഇപ്പൊ തന്നെ അത് ലെങ്ത്തുള്ള സിനിമയാണ്, ഞാൻ അതിനല്ല പറയണേ. ഒരുപാട് കോൺട്രവേഴ്സീസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ആ ഒരു ഇൻസിഡന്റ് അവിടെ കാണിച്ചതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള കോൺട്രവേഴ്സീസ് നടക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള കാരണമായ അതിനകത്തൊരു കത്തിക്കരിഞ്ഞിട്ടുള്ള ഈ ബോഗീസ് ഉള്ള ഒരു തീവണ്ടിയുടെ ഒരു ചിത്രം മാത്രം ആ തുടക്കത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതും കൂടി അതിലൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറെ കോൺട്രവേഴ്സീസ് ഒഴിവാക്കായിരുന്നു. അവർക്ക് സെൻസർ ബോർഡ് കട്ടേണ്ട പല കാര്യങ്ങളും കട്ടേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഇതെന്തുകൊണ്ടാണ് എന്നുള്ള കാരണം അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അതോ ഇനി പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു വലിയ വലിയ പ്രശ്നമാകുമ്പോൾ ആൾക്കാർ ഇനിയും കാണാൻ വരും എന്നുള്ള ചിന്തയിലാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബൈ.